ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു തമിഴ്നാട് ഗൈസ്. അപ്പോൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് പോകാൻ വേണ്ടത്. കോയമ്പത്തൂർ ഇഷാ യോഗി ടെമ്പിൾ ആൻഡ് അവിടുത്തെ മെഡിറ്റേഷൻ സെന്റർസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഞാൻ മാത്രമല്ല, എൻ്റെ സിസ്റ്ററും കൂടെ ഉണ്ട്, സഹോയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺ റോഡാണ് പോകുന്നത്. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ 105 രൂപ പെർ ലിറ്റർ പെട്രോളിന് ഞാനിപ്പോ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഞാനാണെങ്കിൽ ഇന്ധനം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഇന്ധനത്തിന്റെ റേറ്റ് എന്താ നോക്കിയിട്ട് അവിടെ നിന്നാണ് ബാക്കി അടിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ് ഇപ്പൊ നമ്മൾ നിലവിലുള്ളത്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് കുറേ കൂടെ പോയി കഴിയുമ്പോൾ നല്ല റോഡാണ്, റൈഡ് ചെയ്യാൻ പറ്റിയ റോഡ്. അപ്പോൾ സാധാരണ പോലെ തന്നെ ഇപ്പൊ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കോളേജ് ലൈഫ് കഴിഞ്ഞു. അതിനുശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ വർക്കിങ്ങിന്റെ ഇടയ്ക്ക് 4-4 ഡേയ്സ് നമുക്ക് ലീവ് കിട്ടും. എനിക്ക് ഇവർക്ക് ലീവ് ഉണ്ടായിരുന്നു. ആ ലീവിന്റെ ടൈമിൽ നമ്മൾ ഏതായാലും ഈ പ്രാവശ്യത്തെ എൻജോയ്മെന്റിന് വേണ്ടി തമിഴ്നാട് ഫുള്ള് ചുറ്റിപ്പാക്കത്തേക്കൊക്കെ പോയിട്ടിരിക്കണം. വേറെ കാര്യമാണ്, നമ്മൾ ലോങ് ഒക്കെ
നോക്ക് നമ്മള് സേലം കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. കയറാൻ വേണ്ടി പോവാണ്. ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ പോകുന്നതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൗത്ത് ജസ്റ്റ് നിൽക്കണം. ഈ ബോർഡ് കണ്ടപ്പോൾ എടുക്കാൻ വേണ്ടി നിർത്തുകയാണ്. കാരണം സൈൻ ബോർഡ് എപ്പോഴും നമുക്ക് വളരെ ഉപകാരപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തി ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയത് കേട്ടോ. വെയിലാണ് മൊത്തം. നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ബാഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ബാഗ് കിട്ടും നമ്മൾ ഏതായാലും നമുക്ക് അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. നമുക്കൊരു 84 കിലോമീറ്ററോടെ നമുക്ക് പോകാനുണ്ട്. സോ നമുക്ക് നല്ല വഴി കിട്ടുന്ന വഴി ഇടും. നമുക്ക് ഇതുണ്ടോ നമ്മൾ ഏകദേശം 3:38 ഇവിടെ ചെല്ലുന്നതാണ് പറഞ്ഞേക്കുന്നത്. പയ്യെ ചെന്നാൽ മതി. നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെന്നാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെ പറ്റി പറയാം. കാറ്റ് ഒരു രക്ഷയില്ല. കാറ്റ് ശരിക്കും ആടുന്നുണ്ട്. എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ച് പേടിയുണ്ട്. കാരണം ഈ ബാഗത്തിന് വെയിറ്റ് ഇരിക്കുന്നുണ്ട് അങ്ങോട്ടെല്ലാം മറിഞ്ഞു പോകണൊക്കെ. ആളിതിനെ പറ്റി വലിയ ചിന്തയൊന്നുമില്ല. ആളിതിനെ പറ്റി ഒരു ചിന്തയൊന്നുമില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. സോ ഗൈസ്, നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് അടുത്ത് കേട്ടോ. ഒരുപാട് സാങ്കൽ ലോറികളും ഒക്കെ ഈ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായ, അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലങ്ങൾ പാലക്കാടാണ്, എക്സാക്ട് പാലക്കാടാണെന്ന് അറിയത്തില്ല. ആ റൂട്ടിനെ പറ്റി പറയാനാണെങ്കിലും നെൽപ്പാടങ്ങൾ കാണണമെങ്കിൽ ആ കണ്ട സ്പോട്ടിലേക്ക് വന്നത്. ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ, നല്ല കിട്ടുന്ന സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏതായാലും പോയി നോക്കാം. വലിയ വലിയ ട്രിപ്പുകളോ വലിയ വലിയ രാജ്യങ്ങളൊക്കെ താണ്ടി പോയ ആൾക്കാരൊന്നും കണ്ടിട്ട് വ്യത്യസ്ത കാര്യം. പക്ഷെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള, യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരും ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ഏതായാലും കാത്തിരിക്കുക. റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും, നമ്മൾ ബൈക്കിൽ പുറകിരുന്ന് പോകാൻ ഇഷ്ടമുള്ളവർക്കും, ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഇഷ്ടമുള്ളവർക്കും ഈ വീഡിയോ കണ്ടാൽ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഏതായാലും നമുക്ക് പെട്രോൾ ഏകദേശം 2 കട്ടകളുടെ ഉള്ളൂ. ഇനി പെട്രോളും കൂടെ അടിച്ചിട്ടാണോ പോകാം. എന്താ പറഞ്ഞേ? നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ മക്കാനിയിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. പുറമെല്ലാം ഒതുങ്ങി ഒരു വശത്തായിട്ടുണ്ട്. ബാഗ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പയർ ഇവിടെ നൈസായിട്ട് റേഡിയേറ്റർ ഒന്ന് കാണട്ടെ. നല്ല രസമുണ്ട്. നല്ല മടുപ്പുണ്ട്. നല്ല മടുപ്പുണ്ട്. എന്തായാലും മടുപ്പില്ലേ? മടുത്തതല്ല, ലഗേജ് അങ്ങനെ മടുക്കും. ലഗേജ് കുറച്ച് ഹെവിയാണ്. കുറച്ച് കുറച്ചായിരുന്നു സത്യം പറഞ്ഞു. 4 പാൻറ് അതിനുള്ളിൽ. ഞാൻ അത്ര കാണിച്ചു തരുന്നു. 4 പാൻറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റ് പറ്റില്ല. നല്ലൊരു മുക്ക് സ്ഥലത്തുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് അടിക്കാം. ഓക്കെ ഗൈസ്, വണ്ടി കുറച്ച് നേരം പറ്റും. ഇപ്പോൾ ഫൈറോ ഏതായാലും നൈസായിട്ട് കുറച്ച് നേരം, റേഡിയേറ്റർ ഏതായാലും കുറച്ച് നേരം കറങ്ങട്ടെ. സത്യം പറഞ്ഞാൽ ട്രിപ്പിന് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി കഴുകിയിട്ട് വെക്കുന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കഴുകിയിട്ടില്ല. കാരണം എന്താ, നല്ല പൊടി. ഇപ്പോഴത്തെ പൊടി ഏതായാലും ഉണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, എന്താ ഇവിടെ ഉള്ളതെന്നൊക്കെ നോക്കാം. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കല്ലേ? അല്ല പൊറോട്ടയോ ചപ്പാത്തിയോ? ഓക്കെ, അതിൽ നമുക്ക് അകത്തേക്ക് കയറാം. നോക്കൂ, 258 രൂപ ടോക്കൺ എടുത്ത് ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഓർഗാനിക്കാ? അതെ, ഓർഗാനിക്കോ? ഒരു വെട്ടിയിട്ട് വരാം. അപ്പോ ഫുഡ് കഴിച്ചിട്ട് വരാം. കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, നെല്ലൂരിൽ നിന്ന് 500 രൂപ അടിച്ചു വെക്കാം. കാരണം പെട്രോൾ തീർന്നു ഗൈസ്. അതുകൊണ്ട് ഒന്നുകൂടെ അടിച്ചു. പെട്രോൾ 500 അടുത്ത് അടിച്ചു. വേണേ ഫുൾ അടിക്കായിരുന്നു. പിന്നെ എങ്ങനെയൊന്ന് നോക്കി പോകാം. നോക്കി ഏതായാലും. ഓക്കെ, ലെറ്റ്സ് ഗോ. അതെ, ഏതായാലും കയ്യിൽ ഫോൺ എടുത്തു പോയി. ഞാൻ അപ്പഴും ചോദിച്ചു, എങ്ങനെ ചോദിക്കും, ഇങ്ങോട്ട് തന്നെ വരാനോ? അപ്പോൾ ഈ ചെന്ന് കയറാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞാൽ നല്ല കിടില ഹൈവേയിലേക്ക് ആയിരിക്കും കയറി ചെല്ലാൻ പോണേ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇഞ്ച് ഭയങ്കര പ്രശ്നമാണ്. നാറ്റ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് തമിഴ്നാട് എവിടെ നോക്കിയാൽ ദേശം ഉണ്ടാകുന്ന മക്കൾ കിടക്കും.
ഇവിടെ മൊത്തം തരാൻ ഗായ്സ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും കോയമ്പത്തൂരിൽ വന്നിട്ട് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നോക്ക്, കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് എൻ്റെ ചുരുങ്ങിയ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചോദിച്ചറിയാം, എടാ നീ വരുന്നുണ്ട് തമിഴ്നാട് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പോകാം, എടാ നീ വരുന്നുണ്ടോ തമിഴ്നാട് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പോകാം. ഇതുപോലത്തെ ഞാൻ ചോദിക്കാത്ത എൻ്റെ ഫ്രണ്ട്സ് കാറ്റഗറിയിലുള്ള ആൾക്കാരില്ല. സോ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോയ്ക്കാണെങ്കിൽ ആദ്യോഗി പോകാനും എനിക്കാണെങ്കിൽ റൈഡ് ഓടിക്കണം. അതായത് ഇതുപോലത്തെ നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ വഴികൾ ഓടിച്ച് മടുത്ത് കഴിക്കും. പക്ഷെ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാണല്ലോ ചുമ്മാ തീ റോഡാണ്. അത് ഈ റോഡ് എനിക്ക് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി എനിക്ക് കൈ കൊടുത്ത് ആക്സിലേറ്ററിൽ പോയിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ അവിടുന്ന് വരാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ കഴിച്ചു. അപ്പോൾ എനിക്ക് കുറേ ഇത് കൂടെ ഹൈ ത്രോട്ടിൽ എനിക്ക് പോകണമെന്നല്ല, എനിക്കത് 100, 110, 300 എനിക്ക് അതിനകത്ത് പോകണമെന്നുള്ളതല്ല. പ്ലീസ് ആദ്യമൊക്കെ സെലക്ട് ചെയ്യാൻ റീസൺ എന്താ? നീ റൈഡ് പോണം എന്നുള്ള കാരണം കൊണ്ട് ഞാൻ പണ്ടേ ആഗ്രഹിച്ച സ്ഥലം. എന്നിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഈ റോഡിന്റെ ഒരു രസം കണ്ടോ? നമുക്ക് ഓടിക്കാൻ നല്ല രസമായിരിക്കും ഈ റോഡിൽ കൂടെ. നമുക്കിനി കുറച്ചുകൂടെ ഉള്ളു, ഏകദേശം കേട്ടോ 37 കിലോമീറ്റർ കൂടെ പോയാൽ മതി. പക്ഷേ ഈ ലൊക്കേഷൻ ചുമ്മാ സീൻ ലൊക്കേഷൻ, അതായത് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതായാലും ഇവിടെ നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആരുടെങ്കിലൊക്കെ മനസ്സിൽ റൈഡ് പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ കണ്ടുമുട്ടി പാലക്കാട് ഓടി തമിഴ്നാട് വിട്ടു. നല്ല രസമാണ്, വണ്ടി ഓടിക്കാൻ ഹെവിയാണ്. അതുപോലെ തന്നെ നോ ഡിസ്റ്റർബൻസ് ആൻഡ് നോ നോയ്സ് ആൻഡ് എന്താ പറയുക, ഭയങ്കര ഫുൾ ഔട്ട് റൈഡായിരിക്കും. ഞങ്ങൾക്ക് ചെറിയ ഒരേ ഒരു അബദ്ധം, അപ്പം നിങ്ങളോടാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലഗേജ് ഒരിക്കലും ഹെവി ആയിട്ട് ഇഷ്യമില്ല. കാരണം ഏതായാലും ഇറങ്ങിപ്പോയി അതിന്റെ ക്ഷീണമുള്ളൂ ഗൈസ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു 300 കിലോമീറ്റർ ഞാൻ ഓടിക്കാന്നായിട്ടാണ് ഇരിക്കണേ. ടയറൊക്കെ ഫുള്ളുണ്ട്. രാവിലെ ഇത് വേറെ ഒന്നും ചെയ്തിട്ടോ, വണ്ടി സത്യം പറഞ്ഞാൽ കഴുകു പോലും ചെയ്തിട്ടില്ല. ഇതേ നോക്കി ചെയ്തോ, ഇത്ര ഉണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്തു, അങ്ങനെ ജസ്റ്റ് വിട്ട് പോരുകയാണ് ചെയ്തത്. വണ്ടി ഏതായാലും ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ അമ്പലത്തിൽ ഇങ്ങനെ ഒഴുകിയിടുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ലോങ് യാത്ര പോകുന്നതിന് മുന്നേ നമ്മളൊക്കെ പണ്ട് പോലെ ശീലിച്ചിട്ടുള്ള കാര്യം അമ്പലത്തിൽ പോയി ജസ്റ്റ് എന്തെങ്കിലും ഒരു പൈസ ഇട്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പൈറോനെ കൂടെ ഒന്ന് ഒഴുകിയിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ ഡെസ്റ്റിനേഷൻ. ജസ്റ്റ് ഒരു 37 കിലോമീറ്റേഴ്സ് ഓൺലി. ചേട്ടാ പോയിട്ട് കാണാൻ തുടങ്ങാം ഗൈസ്, കുറച്ചുകൂടെ പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നല്ല തെങ്ങും തോപ്പിന്റെയും നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും തമിഴ്നാട്ടിലേക്ക് ജസ്റ്റ് എൻ്റർ ആയിട്ടുള്ളൂ. വലിയ ബോർഡറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ ഏതായാലും നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം. ചെറിയൊരു ക്ലൈമറ്റ് എന്തൊക്കെയോ ഒരു പ്രഭാവത കാണിക്കുന്നു. പക്ഷെ ഇന്ന് എന്ത് ദൈവാധീനം കൊണ്ടാണ് പറയുക, ഇപ്പൊ ചുട്ടുകൊള്ളുന്ന ഒരു ക്ലൈമറ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പകൽ ടൈമിൽ കേട്ടോ. രാത്രിയൊക്കെ ചെറിയ തണുപ്പും. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് വെയിലോ മഴയോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഏതായാലും നമ്മുടെ ട്രിപ്പ് ഏതായാലും ഇന്ന് വലിയ കുഴപ്പമില്ലാതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വഴി കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു, നല്ല വഴിയായിരുന്നു, വണ്ടി ഓടിച്ച് വരാൻ പറ്റും. നമ്മൾ ഏതായാലും ഇപ്പൊ പെട്രോൾ ഒരു 500 രൂപ അടിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഒരു 500 രൂപ നമ്മൾ അടിച്ചു. നമ്മൾ 500 രൂപയ്ക്ക് അവിടെ നിന്ന് അടിച്ചിട്ട് പോകുന്നത്. വരുമ്പോൾ ഒരു കട്ട പെട്രോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ഒരു കട്ടയും കൂടെ പെട്രോൾ ഒരു 500 രൂപയ്ക്ക് അടിച്ചു. മൊത്തം ടോട്ടൽ ഇപ്പോൾ കോസ്റ്റ് 1000 രൂപയുടെ പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോയി നോക്കാം. മിക്കവാറും 2000 രൂപയുടെ പെട്രോൾ വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൊത്തത്തില്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് ഗൈസ് ടു കോയമ്പത്തൂർ. യെസ്, ഇവിടുത്തെ ബാർ
ആൾക്കാർ എന്തോ സ്റ്റഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോട്ടെ. സ്റ്റഡിങ് ചെയ്തിട്ടുണ്ട്. അതി ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിട്ട് നമുക്ക്. As I walk through the valley of the shadow of death, I take a look at my life and realize there's nothing left. Cause I've been blasting and laughing so long that even my mama thinks that my mind is gone. But I ain't never crossed a എന്റെ man പൊന്ന് guys, നമ്മൾ എവിടെ വന്ന് ചാടിയത്? കുറെ ടീമുകളുടെ ഇടയ്ക്ക് വന്ന് ചാടിയതോ. that's unheard of. You better watch how you're talking and where you're walking, or you and your homies might be lying and ഫ്രണ്ടടിക്കാനാ I പറഞ്ഞത്. really hate the trip, but I gotta low. As they croak, I see myself in the pistol. Guys, ഇവിടെ ചുമ്മാ ലൈവ് വെച്ചോടെ സ്റ്റഡ് ഷോ നമ്മുടെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അത് കണ്ടപ്പോൾ ചേർത്ത് കേട്ടോ. അവന്മാർ അത് കൂടെ ചെയ്യുന്നുണ്ട്, സ്റ്റണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. Look at the situation they got me facing. I can't live a normal life. I was raised by the state, so I gotta be down with the hood team. Too much television watching got me chasing dreams. I'm an educated fool with money on my mind. Got my 10 in my hand and a gleam in my eye. I'm a low out gangster, set tripping banker, and my homies is down, so don't arouse my anger. Fool, their thing. ഇപ്പൊ നല്ല തനതായ, അതായത് തമിഴ്നാട് നല്ല ഗ്രാമീണ പശ്ചാത്തലമുള്ള സ്ഥലത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സമയം ഏകദേശം 6 മണി ആവാറായി കേട്ടോ. ഏകദേശം 5:15 നമുക്ക് ആരെ കൊണ്ട് ഒരു ശല്യമില്ല. കേരളത്തിലെ പോലെ അല്ല കാര്യം. കേരളത്തിലെന്ന് പറഞ്ഞാൽ ഒരുത്തരുള്ളായിരിക്കും ഒരു പഞ്ചായത്തിൽ, പക്ഷെ അവരെ കൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് മൊത്തം ഉപദ്രവമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു പ്രശ്നമില്ല, ആരെയും കൊണ്ട് ഒരു പ്രശ്നമില്ല. മഞ്ഞൾ കൃഷി ഉണ്ട് കേട്ടോ. മഞ്ഞൾ കൃഷി, അതുപോലെ ഇവിടെ ക്യാബേജ്, പിന്നെ അതുപോലെ വെണ്ട കൃഷിയാണ്. വെണ്ട കൃഷി കേട്ടോ. നോക്കിക്കേ, ഇവിടെ പശുക്കളൊക്കെ നിന്ന് മേയുന്നു. ഏകദേശം സമയം 5:30 സമയം. ഈ സമയത്ത് തമിഴ്നാട്ടിലെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞ ഇതാട്ടോ. നല്ല വൈബ് കേട്ടോ. ഒപ്പിച്ചിട്ട് ചുമല കുറച്ച് വിഷയമാണോ? ഈ ഈശായോഗ ടെമ്പിള് ലെഫ്റ്റാ. ഈശായോഗ ടെമ്പിൾ ഏതാ? 1 കിലോമീറ്റർ അല്ല, സ്ട്രൈറ്റാ ഏറണോന്നാ ഏതാவது? அப்படியா? ஓகே. அங்கே ஏறணும்னா ஏதாவது இது இருக்கா? பாஸ் இருக்கா? பாஸ் ஏதாவது இருக்கா? எல்லா சௌகரியமும் இருக்கு. எல்லா சௌகரியமும் இருக்கு. எல்லா சௌகரியமும். தங்கணும்னா பணம் இருந்தா போதும். அது அங்க தங்கணும்னா தங்கறதுக்கு எல்லாம் இருக்குது. எல்லாம் இருக்கா? பணம் இருந்தா போதும். சரி சார், ஒண்ணும் பயப்பட வேண்டாம். ஆள் போட்டு வரலாம். ஒழுங்கா மட்டும் கொண்டு. சரி சார், சரி சார். ஓகே வைபு. കേട്ടോ. ഹെൽമെറ്റ് ഒക്കെ സേഫ് ആയിരിക്കില്ലേ? ஹெல்மெட் எங்க கவுண்டர் இருக்கு, அங்க டெபாசிட் பண்ணிடு. பேக் ஹெல்மெட், ஃபோன், கேமராலாம் സോ ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നോക്ക് ഡേ കാണുന്നതാണ് നമ്മുടെ സ്റ്റാച്ചു. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തൊട്ട് എൻ്റെ ബാക്ക് സൈഡ് കാണാമായിരുന്നു. സോ ഇപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാം. പക്ഷേ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എവിടെയാണെങ്കിൽ ലൈറ്റ് ഷോ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ലൈറ്റ് ഷോ ആയിരിക്കും. അത് 7:20 തൊട്ട് 7:40 വരെ. 7 മണിക്ക് നമ്മളിവിടെ വരണം. ഇടുക്കിയിലിருந்து സ്ട്രൈറ്റ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വെച്ച് പരിചയപ്പെട്ടു പോയി. നോക്കുക, എന്താ പേര് പറയൂ? ഭാവിക பூவரசன். ഭാവിക ആൻഡ് പൂവരസൻ. உங்க சேனல் நேம் சொல்லுங்க. சேனல் நேம் சொல்றேன்.
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ വൈകിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോരം ആൾക്കാരാണോ നോക്കിക്ക്, എന്തോരം ആൾക്കാരാ നോക്കി. ഏകദേശം 30 മിനിറ്റ്സായി നടക്കാൻ തുടങ്ങി. ഫുള്ള് ആൾക്കാർ തൊട്ടത്തിൽ നടക്കാൻ പറ്റും. ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം പേരടുത്ത് ശരിക്കും. നമ്മളേതായാലും നാളെ രാവിലെ ഒന്ന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടി നിങ്ങളത് നാളെ രാവിലത്തേക്ക് വരാനൊരു പ്ലാൻ ഉണ്ട്. ഏതായാലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓ മൈ ഗാഡ്, എങ്ങനെയുണ്ട്? ഗൈസ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഒരു മരത്തിന്റെ അടിയിൽ വന്നിരുന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒത്തിരി വെട്ടുണ്ടാവില്ല. ഏതായാലും ഇത് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങൾ നാളെ രാവിലത്തെ കാര്യങ്ങളാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻസിന്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തങ്ങുന്നത്. സോ ഏതായാലും ഞങ്ങൾ അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ ഏതായിട്ട് വരും. മിക്കവാറും അവരും കൂടെ വരുമായിരിക്കും അല്ലേ? നാളെ അവരും കൂടെ ഉണ്ടായിരിക്കും. കാരണം ഇപ്പം നമ്മൾ പെട്ടെന്ന് ചെന്ന കാരണം പെട്ടെന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ടാ ചെന്ന കേട്ടോ. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ച് നമ്മൾ ഏതായാലും പോവാണ് ഗൈസ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ ഗൈസ്. മഴ പന്തലിന് താഴെ വാ, ഇടനെഞ്ചിലൊരു താളം താ.